അക്കരെ പോകാൻ എത്തിടാമോ പെണ്ണേ ചിറയൻ കീഴിലെ പെണ്ണേ ചിരിയിൽ ചിലങ്ക കെട്ടിയ പെണ്ണേ. എല്ലാവർക്കും ഒരു നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഇന്ന് മേരിയമ്മച്ചിയുടെ ഒരു വൻപയർ തോരൻ അല്ലേ? വൻപയർ ചീരത്തോരനാണ് നമ്മൾ വെക്കുന്നത്. നമ്മൾ കോമൺ ആയിട്ട് വെക്കുന്ന എല്ലാ വീടുകളിലും എല്ലാവരും തന്നെ പാചകം ചെയ്യുന്നൊരു സംഭവമാണ് ഈ വൻപയർ എന്നുള്ളത്. അപ്പം അതിനകത്ത് നമ്മൾ ചീര അങ്ങനെ ചേർക്കുന്നു. ചീര ഇട്ടതും കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്നതാണ്. കോമൺ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പം അതിനൊരു പ്രത്യേക രുചിയും കൂടുതലുണ്ട്, ഗുണവും കൂടുതലുണ്ട് ചീര ചേർത്ത്. അതെ അതെ. സാധാ വൻപയർ മാത്രമായിട്ട് തോരൻ വെച്ച് കഴിക്കുന്നതിലും ഒന്നുകൂടെ അത് ഒരു രുചി കിട്ടുന്നതും ഗുണം കിട്ടുന്നതും ചീരയുടെ ഇതാണ്. അതായത് ഇത് ചിക്കൂർമാനിസ് എന്നുള്ള ചീരയാണിത്. ചിക്കൂർമാനിസ്. അപ്പം ചിക്കൂർമാനിസ് ചീരയും വൻപയറും കൂടെ ഇട്ടുള്ള ഒരു അടിപൊളി തോരൻ നമുക്ക് ഉണ്ടാക്കാം അല്ലേ? ഓക്കെ. എന്നാല് എവിടെ ലൈറ്റർ എവിടെ? എന്നാ സ്റ്റവ് കത്തിച്ച് തുടങ്ങിയേക്കാം. ഓക്കെ. ഇതിപ്പോൾ 250 ഗ്രാം പയറ് ഒരു 6 മണിക്കൂർ കുതിർത്തതാണ്. 250 ഗ്രാം പയർ 6 മണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് നമ്മൾക്ക് കുറച്ചുപ്പ്, ലേശം മഞ്ഞൾ പൊടി, പിന്നെ ഒരു കറിവേപ്പില ഒരു 2 തല ഇട്ട് വയ്ക്കാം. സ്വല്പം വെള്ളം, ഇനി നമുക്ക് ഇതിനൊരു 2 വിസിലടിപ്പിക്കാം. കുക്കറിലായതുകൊണ്ട് 2 വിസിലടിച്ചാൽ മതി. ഇനിയിപ്പോൾ നമുക്കിത് 2 വിസിലടിക്കുമ്പോഴത്തേക്കും ഞാൻ ഇതിനുള്ള അരപ്പുകൾ അരച്ചുകൊണ്ട് വരാം. ഇതൊരു ഏകദേശം 1 മുറി തേങ്ങയുണ്ട്, ചുവന്നുള്ളി, ശകലം വെളുത്തുള്ളി, കുറച്ച് കുരുമുളക്, മഞ്ഞൾപ്പൊടി, കാന്താരി മുളക്, കറിവേപ്പില, അരച്ച് കൊണ്ടുവരുമ്പോഴത്തേക്കും നമുക്ക് 2 വിസിൽ, ഞാനിവിടെ നിന്ന് 2 വിസിലും അടുപ്പിക്കുക കേട്ടോ. വെന്തിട്ടുണ്ടല്ലേ? ഇത് പയർ കണക്കിന് വെന്തിട്ടുണ്ട് ശരിക്കും. ഓവർ വെന്ത് കുഴഞ്ഞു പോകരുത്, കാരണം ഇതും കൂടെ ചേരുമ്പോൾ ഒരു നല്ലൊരു കിട്ടുള്ളൂ. ഇനിയിപ്പം നമ്മളിപ്പം ഇച്ചിരി വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉള്ളിയിട്ട് മൂപ്പിച്ച് പിന്നെ ചീരയിട്ട് വഴറ്റി അരപ്പും കൂടെ ചേർത്തിട്ട് ഒരുമാതിരി ഒന്ന് വഴറ്റിയെടുത്തിട്ട് പയറിട്ടിളക്കി വാങ്ങാം. കടുക് പൊട്ടിക്കാൻ പോവാണ്. നമുക്ക് എത്തിച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് ലേശം കടുക് ഇടാം. ചെറിയ ഉള്ളി അതൊന്ന് നല്ലപോലെ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴേ ചീര ഇട്ടിളക്കാം. കടുക് പൊട്ടിക്കുന്നതിന്റെ കൂട്ടത്തിലാണ് ചീര ഇടേണ്ടതല്ലേ? അതെ. ചീര ഇതിനകത്തിട്ട് നല്ലപോലെ വാടി കഴിയുമ്പോഴേ അതാകുമ്പോൾ വേവാകുമല്ലോ. പിന്നെ അരപ്പ് ചേർത്തിളക്കി നമുക്ക് പയർ വിട്ടിളക്കി യോജിപ്പിച്ചെടുക്കാം. പയറുതോരനൊക്കെ പിന്നെ എല്ലായിടത്തും മിക്ക ദിവസങ്ങളിലും തന്നെ ഉണ്ടാകുന്ന സംഭവമാണ്. എളുപ്പത്തിലൊരു കറിയാകും. അതെ.
ഞാൻ ചിലപ്പോൾ ഇത് തലേദിവസം കുതിർത്ത് ഇട്ടിട്ട് പിറ്റേ ദിവസം ഊറ്റി വയ്ക്കും. അതന്നേരം കറി വെക്കാൻ പാകുമ്പോഴത്തേന് എല്ലാം മുള വന്നിരിക്കും. ഞാൻ ചെറുപയറും വൻപയറും എല്ലാം മുളപ്പിച്ചാണ് കറി വെക്കുന്നത്. അതെ. അതിന് പ്രത്യേകത, അതിന് ചെറുപയറൊക്കെ മുളപ്പിക്കുമ്പോൾ ഒരു കൂണിന്റെ രുചിയാണ്. പക്ഷെ ഒത്തിരി ഗുണം കൂടുതലുണ്ട് അതിന് മുളപ്പിച്ച് കഴിക്കുന്ന കറി വെക്കുന്നതിന്. ഞാൻ ഒരിക്കലും തന്നെ മുളപ്പിക്കാതെ വെക്കാറില്ല. ഗുണക്കൂടുതലുമുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള ധാന്യങ്ങളെല്ലാം ശരീരത്തിന് നല്ല ഗുണം ചെയ്യുന്ന പയറും പരിപ്പും കടല എല്ലാം. ഇനി നമുക്ക് ചീര ചെയ്യാം. കടുകും പൊട്ടിച്ച് ജീരകവും ചീര വഴറ്റിയിട്ട് അതിനകത്തേക്ക് അരപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഉപ്പ് നമുക്ക് അതിനകത്ത് ചേർത്തിട്ടുണ്ടല്ലോ, പിന്നെ നമുക്കത് നോക്കിയിട്ട് മതി, ചേർത്താൽ മതിയില്ലോ. ആവി വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് ഇനി പയർ കൂടിയിടാം. ഇനിയിപ്പോൾ കുറേ നേരം വെക്കണോ? വേണ്ട, കുറച്ച് നല്ലപോലെ ഒന്ന് ആവി വന്നാൽ മതി. ഒത്തിരി നേരം വെക്കുന്നേ തേങ്ങ അരച്ച കറികളുടെയൊക്കെ ഒരു രുചി കുറയും, നഷ്ടപ്പെടും. അത് ചൂടായി. അതെ. ഓഫാക്കാം. നമ്മുടെ വൻപയർ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. കാണാനൊക്കെ ഭംഗിയുണ്ടോ? കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. വൻപയർ തന്നെ പല ഒരു കളറ്, നല്ല ബ്രൗൺ കളറുള്ള കളർ. ഇതൊരു വൈറ്റ് കളർ, ഇത് വെള്ളപ്പയറായിട്ടായി. അപ്പൊ ആ കളറും ചീരന്റെ പച്ചയും അരപ്പിന്റെ മഞ്ഞ നിറമൊക്കെ എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ്. ഇനി നമുക്ക് ഇതിന്റെ ഉപ്പും ടേസ്റ്റും ഒക്കെ നോക്കാം. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് സമ്മാനം തരുന്ന പോലെ ചെറിയ സമ്മാനങ്ങളായിട്ട് കണക്കാക്കിയാൽ മതി. ഇന്നത്തെ സമ്മാനം വൻപയർ തോരനാണ്. ഓക്കെ, എന്തായാലും വൻപയർ തോരൻ കാഴ്ചക്ക് നല്ല ഗുമായിട്ടുണ്ട്. ടേസ്റ്റ് അങ്ങോട്ട് നോക്കാം. അതെ. വാവുള്ളി പോവോ? ഓ ഇല്ല, ചൂടോടുകൂടി ചൂടില്ലെന്ന് തോന്നുന്നു. ആയിക്കോട്ടെ. കറക്റ്റാണ്. ഉപ്പ് എല്ലാം കറക്റ്റാണ്. നല്ല ടേസ്റ്റിയാ. അതിനകത്ത് ഞാൻ ഈ ചീര ഇട്ടിട്ട് അധികം കഴിച്ചിട്ടില്ല. വൻപയർ തോരൻ വൻപയർ തന്നെയാണ് കഴിക്കുന്നത്. പക്ഷെ ചീരങ്ങടെ വന്നപ്പോഴത്തേക്ക് നല്ലൊരു ചീരയുടെ രുചിയും ഒക്കെ. ഞാൻ വൻപയർ തന്നെ ഒരിക്കലും തന്നെ തോരൻ വെക്കാറില്ല. എന്തേലും ഇതിന്റെ കൂടെ ഏതേലും ഒരു ചീരയോ എന്തേലും ഇടും. ചീര അല്ലാതെ പിന്നെ ഇടുന്നത് ചീര അല്ലാതെ ഞാൻ വെറുതെ ഈ ചീര അല്ലാതെ വേറെ ചീരയുണ്ട്. ചുമല ചീരയുണ്ട്, അല്ലാത്ത പച്ച ചീരയുണ്ട്, ചിക്കു മനസ്സൽ, ഇത്ര 3 കൂട്ടം ചീര എനിക്കുണ്ട്. പിന്നെ വാഴച്ചുണ്ട് തോരൻ വെക്കുന്നത് വൻപയറും വാഴച്ചുണ്ടും കൂടെ തോരൻ വെക്കുന്നത്. എന്തായാലും അമ്മച്ചിയുടെ വൻപയർ ചീരത്തോരൻ അടിപൊളിയാണ്. നമ്മളെല്ലാം വീട്ടിൽ വെക്കുന്നതാണ്, എങ്കിലും ഇനി ഈ ചീരങ്ങടെ ഇട്ടിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കുക. അടിപൊളിയാണ്. സൂപ്പർ ആട്ടോ അമ്മച്ചി. ചേരുവങ്ങടെ വരാനുണ്ട്. അതിങ്ങടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം.
എന്നാ ചെറിയ ഒരു പാട്ടിന്റെ ഒരു 4 ലൈൻ പാടാം. പഠിക്കാം. ചിത്തിരത്തോണിയിലക്കരെ പോകാൻ എത്തിടാമോ പെണ്ണേ, ചിറയൻ കീഴിലെ പെണ്ണേ, ചിരിയിൽ ചിലങ്ക കെട്ടിയ പെണ്ണേ. ചിത്തിരത്തോണിയിലക്കരെ പോകാൻ എത്തിടാമോ പെണ്ണേ, ചിറയൻ കീഴിലെ പെണ്ണേ, ചിരിയിൽ ചിലങ്ക കെട്ടിയ പെണ്ണേ. ചിത്തിരത്തോണിയിൽ ഇപ്പൊ കിട്ടിയ ഒരു 4 ലൈനാണ് പാടിയത്. ഇനി ഇതിൽ നല്ല ബെറ്റർ പാട്ട് പിന്നെ പാടാം. അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ വീഡിയോകൾ ഇഷ്ടംപോലെ കിടപ്പുണ്ടല്ലോ. ഉണ്ട്. അതെ, ഇതിൽ നല്ലൊരു ബെറ്റർ പാട്ട് പാടാം. അപ്പോൾ നമ്മുടെ ചോറിനൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ്, കറിയാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാം. പൊതിച്ചോറ് ഉണ്ടാക്കുന്നവർക്കൊക്കെ കൊടുക്കുന്നവർക്കൊക്കെ ഇത് ഈ പയറ് തോരനും പിന്നെ ഒരു മാങ്ങ ചമ്മന്തിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, നമുക്ക് റെഡി ആയിട്ട് ഉണ്ണാൻ പറ്റും. മസ്റ്റാണ്. പിന്നെ കുറച്ച് തൈരോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊരു നല്ലതാണ്. എല്ലാവരും ഈ കറി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എളുപ്പത്തിൽ എത്ര വേഗം ഉണ്ടാക്കാവുന്ന ഒരു ഇഷ്ടപ്പെട്ട കറിയാണ്. ഇതെല്ലാവരും വെച്ച് നോക്കിയതിന് ശേഷം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒരു ചെറിയ കമൻറ്റും കൂടെ ഇടുക. ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തുക. എല്ലാ വീഡിയോയും അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വരാം. അപ്പോൾ എല്ലാവർക്കും ഒരു ഹായ്.